ചൈന ബന്ധം പുതിയ തലത്തിലേക്ക്. പരസ്പര ബഹുമാനം, വിശ്വാസം എന്നിവയിലൂന്നി ബന്ധം ശക്തിപ്പെടുത്തണമെന്ന് പ്രധാനമന്ത്രി. ഇന്ത്യ ചൈന വിമാന സർവീസുകൾ പുനരാരംഭിക്കും. അതിർത്തി പ്രശ്നങ്ങളിൽ ധാരണയിലേക്കെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ചൈനീസ് പ്രസിഡന്റ് ഷീ ജിൻപിങ്ങുമായി നരേന്ദ്രമോദി ചർച്ച നടത്തി. ചരിത്ര നിമിഷമെന്നാണ് കൂടിക്കാഴ്ചയെ പ്രധാനമന്ത്രി വിശേഷിപ്പിച്ചത്. നോബൽ മാരിക്കാരൻ നമുക്കൊപ്പം. നോബൽ മാരിക്കാരൻ, ഇന്ത്യ ചൈന ബന്ധം മെച്ചപ്പെടുന്നു എന്നല്ല, പുതിയ തലത്തിലേക്ക്, ശക്തിപ്പെടുന്ന രീതിയിലേക്ക്, അമേരിക്കയ്ക്കൊരു ഭീഷണിയായി മാറുന്ന രീതിയിലേക്ക് വരുന്നു എന്നതിന്റെ സൂചനയല്ലേ ഈ വാക്കുകൾ? സുജയ, അങ്ങനെ തന്നെ വേണം നമുക്ക് വിലയിരുത്താൻ. ശക്തമായ ബന്ധം ഈ രാജ്യങ്ങൾക്ക് ഇടയിൽ ഉണ്ടാകാൻ പോകുന്നു എന്നാണ് ഈ വാക്കുകൾ വ്യക്തമാക്കുകയും ചെയ്യുന്നത്. ചരിത്ര നിമിഷം എന്നാണ് ഈ കൂടിക്കാഴ്ചയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വിശേഷിപ്പിക്കുകയും ചെയ്തത്. 50 മിനിറ്റ് നീണ്ട കൂടിക്കാഴ്ച ഇപ്പോൾ അവസാനിച്ചിരിക്കുന്നു. പ്രധാനപ്പെട്ട പല തീരുമാനങ്ങളും ഇതിൽ ഉണ്ടായിരിക്കുന്നു എന്നാണ് ഏറ്റവും നിർണായകം. ഈ രാജ്യങ്ങൾക്കും ഇടയിൽ കഴിഞ്ഞ കുറേ നാളുകളെ വലിയ അസ്വാരസ്യങ്ങൾ ഉണ്ടായിരുന്നു. അതിനൊക്കെ ഒരു അന്ത്യത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്ന് വേണം വിലയിരുത്താൻ. പ്രത്യേകിച്ച് നേരിട്ടുള്ള വിമാന സർവീസുകൾ ഇന്ത്യ ചൈന ഉടൻ തന്നെ പുനരാരംഭിക്കും എന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു. അതോടൊപ്പം തന്നെ അതിർത്തിയിലെ പ്രശ്നങ്ങളിലും ധാരണ എത്തുകയാണ്. പരസ്പര സഹകരണത്തോടെ അത്തരത്തിൽ മുന്നോട്ട് പോകാനാണ് ഇപ്പോൾ ഇരു രാജ്യങ്ങളും തീരുമാനത്തിലേക്ക് എടുത്തിരിക്കുന്നത്. സമാധാനത്തിൻ്റെയും അതോടൊപ്പം സഹകരണത്തിൻ്റെയും ഒരു ഹസ്തദാനമാണ് നമ്മൾ അവിടെ ഷീ ജിൻപിങ്ങും മോദിയും തമ്മിൽ നടത്തിയ ഹാൻഡ് കാണാൻ കഴിഞ്ഞത് എന്നും ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. വാണിജ്യ കാര്യങ്ങൾ അടക്കമുള്ള കാര്യങ്ങൾ ചർച്ചയിലേക്ക് വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ കഴിയുന്നത്. ഏതാണെങ്കിലും ആദ്യത്തെ 2 മിനിറ്റ് പ്രധാനമന്ത്രി സംസാരിച്ചപ്പോൾ നിർണായകമായ കാര്യങ്ങൾ തന്നെയാണ്. പ്രത്യേകിച്ച് ഈ മാനവരാശിക്ക് തന്നെ ഏറ്റവും അത്യാവശ്യമാണ് ഈ രാജ്യങ്ങൾ തമ്മിലുള്ള ഈ സഹകരണം എന്നടക്കമുള്ള കാര്യങ്ങൾ എന്നാണെങ്കിലും മോദി വ്യക്തമാക്കുകയും ചെയ്യുന്നു. പ്രധാനമായും ഈ US താരിഫ് യുദ്ധത്തിനിടയിലാണ് ഇപ്പോൾ ഇത്തരത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിൽ മെച്ചപ്പെട്ട ബന്ധത്തിലേക്ക് കാര്യങ്ങൾ പോവുകയും ചെയ്യുന്നത്. നേരത്തെ ഈ റഷ്യയിലെ കസാനിൽ വെച്ച് ഇരു തലവന്മാരും തമ്മിൽ നേരത്തെ ഒരു വർഷം മുമ്പ് കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ആ കൂടിക്കാഴ്ച ഏറെ നിർണായകമായിരുന്നു എന്നും പ്രധാനമന്ത്രി ഇന്നിപ്പോൾ ഈ കൂടിക്കാഴ്ചയിൽ വ്യക്തമാക്കുകയും ചെയ്തു. പ്രത്യേകിച്ച് ഇരു രാജ്യങ്ങൾക്കുമിടയിൽ അതിർത്തിയിലടക്കം സമാധാനം പുനഃസ്ഥാപിക്കാൻ അന്നത്തെ കൂടിക്കാഴ്ച കൊണ്ട് അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളും അത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ പ്രധാനമന്ത്രിയുടെ ഭാഗത്ത് എന്താണെങ്കിലും ഉണ്ടാവുകയും ചെയ്തിരിക്കുന്നു. എന്താണെങ്കിലും ഈ ചരിത്ര നിമിഷത്തിൽ പ്രത്യേകിച്ച് 2.8 ബില്യൺ ആളുകൾക്ക് ഗുണകരമാവുന്ന തീരുമാനങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഇന്ത്യ ചൈന ബന്ധം കൂടുതൽ പുതിയ തലത്തിലേക്ക് പോകുമ്പോൾ അതിർത്തിയിലെ പ്രശ്നങ്ങൾക്ക് ഒരുപക്ഷെ പരിഹാരത്തിലേക്ക് എത്താൻ പോകുന്നു. അതോടൊപ്പം തന്നെ വ്യാവസായിക മാറ്റങ്ങൾ ഉണ്ടാകുന്നു. പ്രത്യേകിച്ച് ചൈനയിൽ നിന്ന് ഇറക്കുമതി അടക്കമുള്ള കാര്യങ്ങൾ, പല ഉപകരണങ്ങളുടെയും അതോടൊപ്പം ചിപ്പുകളുടെയൊക്കെ ഇറക്കുമതി ഇതിനോടൊപ്പം തന്നെ നിരോധിച്ചിട്ടുണ്ട്. അത് മാത്രമല്ല പല ചൈനീസ് ആപ്പുകൾ ഇന്ത്യയിൽ നിരോധിച്ചിട്ടുണ്ട്. അത്തരത്തിൽ പലതരത്തിലുള്ള വാണിജ്യ പ്രശ്നങ്ങൾ ഉണ്ട്. അതിനൊക്കെ പരിഹാരം കണ്ടുകൊണ്ട് ലോകരാജ്യങ്ങളിൽ ഊർജ്ജം കൈവരുന്ന തരത്തിൽ വളരെ പോസിറ്റീവായിട്ടുള്ള ഒരു കൂടിക്കാഴ്ചയായി അത് മാറുകയാണ്. ഇന്ത്യ ചൈന ഭായ് ഭായ് എന്ന് പറയാവുന്ന തരത്തിലേക്ക് ആ ബന്ധം എത്തിക്കാൻ ഇരു നേതാക്കൾക്കും കഴിയട്ടെ.